2026 ഫെബ്രുവരി 28 ലോക ചരിത്രത്തിന്റെ ഗതി ശാശ്വതമായി മാറ്റപ്പെട്ട ദിവസം. ദശകങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന മിഡിൽ ഈസ്റ്റിലെ ഭൂഗർഭ രാഷ്ട്രീയ അഗ്നിപർവ്വതം ഒടുവിൽ പൊട്ടിത്തെറിച്ചു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനുമേൽ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വെറുമൊരു പ്രാദേശിക സൈനിക നീക്കമായിരുന്നില്ല. അത് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ഒരു മഹാമാരിയുടെ തുടക്കമായിരുന്നു. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ മരണം, ഹോർമൂസ് കടലിടുക്കിന്റെ അടച്ചുപൂട്ടൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ വർഷങ്ങൾ, കേവലം ആഴ്ചകൾ കൊണ്ട് ലോകം കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയും നയതന്ത്ര തകർച്ചയുമാണ്. ഈ യുദ്ധം ഗൾഫ് മേഖലയ്ക്കും ആഗോള സമൂഹത്തിനും സമ്മാനിച്ച ആഘാതങ്ങൾ എത്രത്തോളമാണ്? തകർന്നടിഞ്ഞ ഒരു ലോകക്രമത്തിന് ഇനി സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ എത്ര സമയമെടുക്കും? യുദ്ധത്തിന്റെ പശ്ചാത്തലവും സ്ഫോടനാത്മകമായ തുടക്കത്തെയും കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. നയതന്ത്രത്തിന്റെ പരാജയം. ഒക്ടോബർ 2025 യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമേൽ സ്നാപ്ബാക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് മുതൽ അന്തരീക്ഷം വലിഞ്ഞുമുറുകിയിരുന്നു. 2026 ഫെബ്രുവരിയിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്ന ആണവ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ സൈനിക നടപടികൾ അനിവാര്യമായി മാറിയെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കുക, മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടത്തിൽ ഇസ്രായേലിന് അനുകൂലമായി മാറ്റിയെഴുതുക തുടങ്ങിയ ലക്ഷ്യത്തോടെ യുഎസും ഇസ്രായേലും യുദ്ധത്തിന് തിരികൊളുത്തുന്നു. ആദ്യത്തെ 12 മണിക്കൂർ. ഈ ആദ്യത്തെ 12 മണിക്കൂറിനുള്ളിൽ 900-ലധികം വ്യോമാക്രമണങ്ങളാണ് ഇറാനിലെ സൈനിക താവളങ്ങൾക്കും ഭരണസിരാ കേന്ദ്രങ്ങൾക്കും നേരെയുണ്ടായത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ആ ആഘാതത്തിൽ നിന്ന് ഇറാൻ വളരെ വേഗത്തിൽ തിരിച്ചടിക്കുന്നു. തങ്ങളുടെ പ്രോക്സി ശൃംഖലകളായ ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാഖിലെ മിലിഷ്യകൾ എന്നിവരെ അണിനിരത്തിക്കൊണ്ട് അവർ ശക്തമായ രീതിയിൽ തിരിച്ചടി ആരംഭിക്കുന്നു. ഇനി യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് കടന്നത്. ഗൾഫ് മേഖലയ്ക്ക് ഈ യുദ്ധം ഏൽപ്പിച്ച ആഘാതം. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, ഒമാൻ എന്നിവരെയെല്ലാം ഈ യുദ്ധം നേരിട്ട് ബാധിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന അറബ് രാജ്യങ്ങളിലേക്ക് ഇറാൻ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഭൗതികമായ തകർച്ചയും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശവും. എണ്ണ വാതക ഇൻഫ്രാസ്ട്രക്ചർ. സൗദിയിലെയും UAEയിലെയും പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്കും വാതക പ്ലാന്റുകൾക്കും നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലെ ജീവനാഡിയായ കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യസ്ഥാനം കാണുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പ്രതിസന്ധിക്ക് അവിടെ തുടക്കം കുറിക്കുന്നു. ആൾനാശവും പലായനവും. യുദ്ധത്തിൽ ലെബനൻ, ഇറാൻ, മറ്റു ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാവുകയും ചെയ്തു. സാമ്പത്തികമായ സ്തംഭനാവസ്ഥ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും ആഡംബരപൂർണവുമായ നിക്ഷേപ സൗഹൃദ മേഖല എന്ന ഗൾഫിന്റെ ഖ്യാതിക്ക് ഈ യുദ്ധം കനത്ത മങ്ങലേൽപ്പിക്കുന്നു. ടൂറിസം, വ്യോമയാനം, റിയൽ എസ്റ്റേറ്റ് മേഖലകൾ പൂർണ്ണമായും തകരുന്നു. വിദേശ നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവാങ്ങുന്നു. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിന്റെ അടച്ചുപൂട്ടലും ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും സംഭവിക്കുന്നത്. ലോകത്തിന്റെ ഏറ്റവും മാരകമായ ആയുധം ഇറാൻ പ്രയോഗിച്ചത് പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമായ ഹോർമൂസ് കടലിടുക്കിലാണ്. ഇറാൻ പ്രയോഗിച്ചത് എന്നല്ല പറയേണ്ടത്, ഇറാനെ നിർബന്ധിച്ച് അതിനെ പ്രേരിപ്പിച്ചത് അമേരിക്ക തന്നെയാണ്. മാർച്ച് ആദ്യവാരം ഇറാൻ ഈ കടലിടുക്ക് പൂർണ്ണമായും അങ്ങ് ഉപരോധിച്ചു കളഞ്ഞു. പക്ഷെ ഇവിടെയാണ് ലോകം നിർണായകമായ ആ ചോദ്യം ഉന്നയിക്കുന്നത്: എന്തിനായിരുന്നു ഈ യുദ്ധം? ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലും അതിരുകളിലും കടന്നു കയറാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? രാഷ്ട്ര നിയമങ്ങളെയും യുണൈറ്റഡ് നേഷൻസ് ചാർട്ടിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വാഷിംഗ്ടൺ എടുത്ത ഒരു തീരുമാനം വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ലോകക്രമത്തിനു മേലുള്ള നഗ്നമായ അധിനിവേശമായിരുന്നു. പാശ്ചാത്യ ന്യായീകരണങ്ങളിലെ പൊള്ളത്തരങ്ങളിലേക്ക് വരുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും തങ്ങളുടെ ഭാഗം മാത്രമാണ് ന്യായീകരിക്കുന്നത്. ലോക സമാധാനവും ജനാധിപത്യവും സംരക്ഷിക്കാനാണ് തങ്ങൾ ഇറാനെ ആക്രമിച്ചത് എന്ന പതിവ് പല്ലവി അവർ ഇവിടെയും ആവർത്തിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ ലോകത്തിന് ഭീഷണിയാണ് എന്നതായിരുന്നു ഇവരുടെ പ്രധാന വാദം. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സാങ്കേതികമായി മുന്നേറാനും ഇറാന് അവകാശമില്ലേ? സ്വന്തം അതിർത്തിക്കുള്ളിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലാണ് അമേരിക്ക ബോംബുകൾ വർഷിച്ചത്. ഒരു യുദ്ധത്തിന്റെ വിജയം നിർണയിക്കപ്പെടുന്നത് അവിടെ പൊട്ടിച്ചിതറുന്ന ബോംബുകളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് സൃഷ്ടിക്കുന്ന ദീർഘകാല തന്ത്രപരമായ രാഷ്ട്രീയ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇവിടെയാണ് ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങൾ പിഴയ്ക്കുന്നത്. ഇറാനെ തളർത്താൻ ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയ്ക്ക് ഈ യുദ്ധം സമ്മാനിക്കുന്നത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനത്തിന്റെ പൂർണ്ണമായ തകർച്ചയാണ്.
ശത്രുവിനെ താൽക്കാലികമായി അടിച്ചമർത്തിയെന്ന അഹങ്കാരത്തിൽ ട്രംപ് നിൽക്കുമ്പോൾ ഈ ആക്രമണം ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കാനും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു പുതിയ ആഗോള സഖ്യത്തിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കാനുമാണ് കാരണമായത്. യുദ്ധത്തിലെ താൽക്കാലിക വെടിക്കെട്ടുകളെ ഒരു ദീർഘകാല തന്ത്രപരമായ വിജയമാക്കി മാറ്റാൻ ട്രംപിന് സാധിക്കുമോ എന്ന ചോദ്യത്തിനു മുന്നിൽ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യം പകച്ചു നിൽക്കുകയാണ്. ഒരു സാമ്രാജ്യത്തിന്റെ അഹന്തയ്ക്ക് നയതന്ത്രത്തിന്റെ പക്വതയില്ലെങ്കിൽ സംഭവിക്കുന്ന ദൂരവ്യാപകമായ തിരിച്ചടികളുടെ തുടക്കമാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങൾക്കും നാവികസേനയ്ക്കും വലിയ നാശം വിതച്ചുവെന്ന് അമേരിക്ക വീമ്പു പറഞ്ഞിരുന്നു. ഇറാൻ മറുപടിയായി ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണ വിധേയമാക്കുകയും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വേഗത്തിലുള്ള വിജയം പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ ദീർഘകാല പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. തങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ താൽപര്യങ്ങൾക്കും ആയുധ കച്ചവട ലോബിക്കും വേണ്ടി അമേരിക്ക എടുത്ത ഈ ഏകപക്ഷീയമായ തീരുമാനം ഇന്ന് ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപത്താണ്. ഈ യുദ്ധത്തിൽ പൊലിഞ്ഞുപോയ നിരപരാധികളായ മനുഷ്യരുടെ ജീവനുകൾക്ക് ആര് മറുപടി നൽകും? പട്ടിണിയിലായ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കണ്ണീരിന് ആര് പകരമാകും? ഗൾഫ് മേഖലയെയും പാവപ്പെട്ട ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഒരുപോലെ പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും തള്ളിവിട്ടത് അമേരിക്കയുടെ ഈ യുദ്ധക്കൊതിയാണ്. 1 ലിറ്റർ ഇന്ധനത്തിന് സാധാരണക്കാരൻ ഇരട്ടിയിലധികം വില നൽകേണ്ടി വരുന്ന അവസ്ഥ ഇനി വിദൂരമൊന്നുമല്ല. തകരുന്നത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ അടുക്കളകളാണ്. 2026 ഈ യുദ്ധം ലോകത്തിന് നൽകിയ വലിയ പാഠം ഒന്നേയുള്ളൂ. ആധുനിക ലോകത്ത് യുദ്ധങ്ങൾക്ക് വിജയികളൊന്നുമില്ല, പരാജിതർ മാത്രമേയുള്ളൂ. തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക നടത്തിയ ഈ അധിനിവേശം ലോകത്തെ മുഴുവൻ നരകത്തിലേക്ക് തള്ളിവിട്ടു. ഗൾഫ് മേഖല അതിന്റെ അപരമായ സാമ്പത്തിക ശേഷി കൊണ്ടും അതിജീവന കരുത്തുകൊണ്ടും പതുക്കെ തിരിച്ചു വരുമായിരിക്കും. പക്ഷെ തകർന്നുപോയ അന്താരാഷ്ട്ര നിയമങ്ങളും നഷ്ടപ്പെട്ട നിരപരാധികളുടെ ജീവനും വരും ദശകങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്തിനു മേലുള്ള കരുനിഴലായി നിലനിൽക്കും. സമാധാനത്തിനായുള്ള സമഗ്ര നയതന്ത്ര ചർച്ചകൾ മാത്രമാണ് ഇനി മനുഷ്യരാശിയുടെ മുന്നിലുള്ള ഏക പോംവഴി. ഇറാന്റെ മേൽ അമേരിക്ക നടത്തിയ ഈ കടന്നുകയറ്റം വൻ ശക്തികളുടെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. സ്വന്തമായി ആയിരക്കണക്കിന് ആണവായുധങ്ങൾ കൈവശം വെച്ചിരുന്ന രാജ്യങ്ങളാണ് മറ്റൊരു രാജ്യം പ്രതിരോധ ശേഷി നേടുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് അമേരിക്ക മാത്രമല്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളും ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളുമാണ്. യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പത്തിന്മേലുള്ള ആധിപത്യം നിലനിർത്താനും ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ മേധാവിത്വം ഉറപ്പാക്കാനുമാണ് അമേരിക്ക ഈ വിനാശകരമായ യുദ്ധത്തിന് തിരികൊളുത്തിയത്. തങ്ങൾ ചെയ്ത ക്രൂരതകളെ ന്യായീകരിക്കാൻ അവർ എപ്പോഴും മാധ്യമങ്ങൾ ഉപയോഗിച്ച നുണപ്രചാരണങ്ങൾ തുടരുന്നു. പക്ഷെ ചരിത്രം ഈ യുദ്ധത്തെ രേഖപ്പെടുത്തുക അമേരിക്ക ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ മാനുഷിക സാമ്പത്തിക ദുരന്തം എന്ന നിലയിൽ തന്നെയായിരിക്കും.